Hello, hi, I'm thesnimazeez. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് മൈദ ബീറ്റ് ചെയ്ത് ബട്ടർ ഷുഗർ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ല, 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എഗ്ഗില്ല, മൈദയില്ല, ഷുഗറില്ല, ബട്ടറില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കേക്ക് ചെയ്യണം തോന്നുകയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം, പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കണം തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ ചെയ്തേ ഉള്ളൂ. അത് ആവശ്യമില്ലെങ്കിൽ ചെയ്താൽ മതി. നോക്കാം എങ്ങനെയാണ് ചെയ്യണേ. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്ത് പൊടിക്കുക. ക്രീം വേണ്ട കേട്ടോ, ഇല്ലാത്ത ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ചത് 3 കപ്പ് വേണം. ഇതിലേക്ക് 1/4 കപ്പ് പാല്, 2/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നന്നായിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബീറ്ററോ അല്ലെങ്കിൽ മിക്സർ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. ജസ്റ്റ് കാരണം അതിൽ കുറേ ബീറ്റ് ചെയ്യാനൊന്നുമില്ല, മിക്സിംഗ് ആണ് ശരിക്കും ഉള്ളത്. നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ കൂടുതൽ ബ്രൗണി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർക്കാം, അല്ലെങ്കിൽ ഹെർഷീസിൻ്റെയൊക്കെ ചോക്ലേറ്റ് സോസ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർക്കാം, ചോക്ലേറ്റ് ചേർക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ സാധാരണ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്ത് പൊടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ടുണ്ട്. ഇതുണ്ട് ഒരു റിബൺ കൺസിസ്റ്റൻസി ഉണ്ട്. ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് നമ്മളെപ്പോഴും കേക്ക് മേക്കിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതൊരു 6 ഇഞ്ച് പാനാണ്, അതിലേക്ക് ഒഴിക്കാം. ഉണ്ടോ റിബൺ കൺസിസ്റ്റൻസി? ഇതുപോലെ ആയിരിക്കണം എല്ലാ കേക്ക്സിൻ്റെയും കൺസിസ്റ്റൻസി. ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ സമയമായി, ഇനി എടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നല്ല സോഫ്റ്റാണ്. അത് ചൂടാറട്ടെ. ഇപ്പോൾ നമ്മളെ സ്പ്രെഡ് ചോക്ലേറ്റ് സ്പ്രെഡാണ്. ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ഇതിപ്പോൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡാണ്. ഇതല്ലെങ്കിൽ ഇപ്പോൾ ന്യൂട്ടെല്ല, അങ്ങനെ ഏത് ചോക്ലേറ്റ് സ്പ്രെഡ് എടുക്കുകയാണെങ്കിലും ഇത് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം. ചോക്ലേറ്റ് സ്പ്രെഡ് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നമുക്കത് സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്യാം. ശരിക്കും സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇത്ര സോഫ്റ്റാണ് കേക്ക്. നോക്കി നല്ല സ്പഞ്ചായിട്ടുണ്ട്, നല്ല എയർ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് വാൾനട്ട് കട്ട് ചെയ്യാം.
ശരിക്കും ഇതിന് നട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത്ര ടേസ്റ്റാണ്. അപ്പം ഞാൻ വെറുതെ കുറച്ച് നട്ട്സ് ഇട്ടേക്കാം. വാൾനട്ട് ചെറുതാക്കി മുറിച്ചതാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് ചൂടുവെള്ളമാണ്. അങ്ങനെ നല്ല ചൂടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ചൂട്. അതിലേക്കൊരു പാത്രം ഇറക്കി വയ്ക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അല്ലാതെ സാധാരണ ഇതിൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് നോക്കും, ശരിയല്ല. ബട്ടർ ചേർത്ത് നോക്കും, അതും ശരിയല്ല. മിൽക്ക് ഒഴിച്ച് നോക്കും, അതും ശരിയല്ല. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് വരും. നമുക്ക് ആവശ്യത്തിന് ലൂസായി കിട്ടുന്നവരെ ഉള്ളിലേക്ക് വെള്ളമാവാതെ ശ്രദ്ധിക്കണേ.